ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഈ രാത്രി നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. Tomorrow, that is tomorrow morning. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്കു മുൻപായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവീൻ എന്ന് പറഞ്ഞു. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു, കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. അതിൻ്റെ അർത്ഥം വേറെ 70 പേരെ നിയമിച്ചെന്ന് പറഞ്ഞാൽ അതിന് മുൻപൊരു നിയമനം നടന്നിട്ടുണ്ട്. ലൂക്കോസ് 10-ലാണ് ഈ 70 പേരെ നിയമിച്ചത് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ലൂക്കോസ് 9-ലേക്ക് വരുമ്പോൾ, അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു നിയമനം അവിടെ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അവൻ 12 അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അപ്പോൾ ലൂക്കോസ് 9:1 കർത്താവ് 12 അപ്പോസ്തലന്മാരെ നിയമിച്ചത് നമ്മൾ കാണുന്നു. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. എന്നാൽ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ 70 പേരെ നിയമിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പോകേണ്ട പട്ടണത്തിൽ, താൻ പോകേണ്ട സ്ഥലത്ത് തനിക്ക് പകരമായി ഈ 2 പേരെ ഗ്രാമങ്ങളിലേക്ക് കർത്താവ് അയക്കുന്നു. ദൈവത്തിൻ്റെ പകരക്കാരായി, കർത്താവിന് പകരമായി, അവൻ്റെ സാക്ഷികളായി ദൈവപ്രവർത്തികൾ ആ പട്ടണത്തിൽ ഉണ്ടാകേണ്ടതിന് യേശു കർത്താവ് അവരെ അവിടേക്ക് അയക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, അങ്ങനെ ഈ 70 പേർ കർത്താവ് അവരെ അയച്ച പട്ടണങ്ങളിലേക്ക് ഈരണ്ടീരണ്ടായി കടന്നു ചെന്നു കഴിഞ്ഞിട്ട് അവരുടെ ശുശ്രൂഷയിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി. 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ മിനിസ്ട്രി കഴിഞ്ഞ് ആ 70 പേർ വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഒന്ന് വായിക്കാമോ? ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. കർത്താവിന്റെ ദാസനെ അവിടെ ഒന്ന് നിൽക്കുക. ഇന്ന് ഈ മാർച്ച് മാസം 21-ാം തീയതി ശനിയാഴ്ച രാത്രിയിൽ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, വിശ്വസിക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. എത്ര പേർക്ക് അത് എൻ്റെ കൂടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോൾ, എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പറയാൻ കഴിയും, ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ സംഭവിച്ചാലും, ബാധ പല കൂടാരങ്ങളിലും സന്ദർശിച്ചാലും, രക്തമുദ്രയുള്ള കൂടാരത്തെ തൊടുവാൻ, രക്തമുദ്രയുള്ളതിനെ തൊടുവാൻ സംഹാരകന് കഴിയത്തില്ല എന്ന വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളത് പ്രഖ്യാപിക്കുവാൻ ഇടയാകണം. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ പറയണം, ഒന്നും ഒരിക്കലും എനിക്കൊരു ദോഷം വരുത്തത്തില്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നേ. എന്താണ് അവരുടെ സന്തോഷത്തിന്റെ കാരണം? അവരുടെ സന്തോഷത്തിന്റെ കാരണം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ അവർ സന്തോഷിക്കാൻ പല കാരണങ്ങളുണ്ട്, അവരുടെ സന്തോഷത്തിന് പല റീസൺസ് ഉണ്ട്. പക്ഷേ ഈ 70 പേര് സന്തോഷിച്ചത്, കർത്താവേ നിന്റെ നാമം പറഞ്ഞപ്പം ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന, കണ്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ സന്തോഷം നിങ്ങൾക്കുണ്ടോ? ഈ ആനന്ദം നിങ്ങൾക്കുണ്ടോ? ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലതും കീഴടങ്ങും എന്ന സന്തോഷം നിങ്ങൾക്കുണ്ടോ? അവന്റെ നാമത്തിൽ കീഴടങ്ങാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, മരണം അവനെ തോൽപ്പിച്ചില്ല, മരണത്തെ അവൻ തോൽപ്പിച്ചു. പാതാളം അവനെ തോൽപ്പിച്ചില്ല, അവൻ പാതാളത്തെ തോൽപ്പിച്ചു. രോഗം അവനെ തോൽപ്പിച്ചില്ല, അവൻ രോഗത്തെ ജയിച്ചു. അവൻ ലോകത്തെ ജയിച്ചു. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും എല്ലാ മുട്ടും യേശുവിന്റെ മുമ്പിൽ മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും. ഇന്ന് രാത്രി നമുക്ക് ശക്തമായി വിശ്വസിക്കാം, ഞാൻ സേവിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ കീഴടങ്ങാത്ത ഒരു ബാധയുമില്ല, ഒരു രോഗവുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഇന്ന് രാത്രിയിൽ അവൻ്റെ നാമത്തിൽ സകലതും കീഴടങ്ങുമെന്ന ഉറപ്പുള്ളവർ ആ ഇരിക്കുന്ന സ്ഥലത്ത് കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ യേശു കർത്താവ് ആ 70 പേരോട് പറയുകയാണ്, അവർ സന്തോഷിച്ചതിന്റെ കാരണം അവരുടെ മിനിസ്ട്രിയിൽ ഉണ്ടായ സക്സസ് ആണ്. അവർ പോയി ആ സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷിച്ചപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങുമെന്നും സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കുമെന്നും അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ശുശ്രൂഷയിൽ ദൈവം അവരെയും കൊണ്ട് ചെയ്യിച്ചെടുത്തത്. അവരുടെ മിനിസ്ട്രി സക്സസിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ആ സമയത്ത് കർത്താവ് അവരോട് പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഈ ലൈവിൽ ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഒറ്റ വാക്കിലങ്ങ് പറയാം, സാത്താന്റെ വീഴ്ച യേശു കണ്ടു. സാത്താന്റെ പരാജയം യേശു കണ്ടു. ഉലകത്തിലെ ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ച നമ്മുടെ അകത്തിരിക്കുന്ന നമ്മുടെ കർത്താവ് കണ്ടു. എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയാതെ പോയ ആ കാഴ്ച, പിശാചിന്റെ വൻ പരാജയം യേശു കർത്താവ് കണ്ടു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, സാത്താൻ വീണവനാണ്, സാത്താൻ പരാജിതനാണ്. അവന് സ്തോത്രം തന്ത്രങ്ങളെ ഉള്ളൂ, അവന്റെ കയ്യിൽ ആയുധങ്ങളില്ല. അവന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ കഴിയുന്ന സർവായുധ വർഗം യേശുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. ഹല്ലേലൂയ. സാത്താന്റെ വീഴ്ച യേശു കണ്ടു. അതുകൊണ്ടും തീർന്നില്ല. 19-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ഒന്നും ഒരു ദോഷവും വരുത്തത്തില്ല. 121-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല.
അവൻ ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. എന്നെ കാക്കുന്ന കർത്താവ് മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. 91 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ കാലൊരു കല്ലിൽ പോലും തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ കൈകളിൽ എന്നെ വഹിക്കും. ഹല്ലേലൂയ. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വാ തുറന്ന് പറയാമോ, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചുറ്റുപാടും പലതും വീണാലും സംഭവിച്ചാലും ഒരു ബാധയ്ക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു 20ാമത്തെ വാക്യം, എങ്കിലും നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ സക്സസ് ആണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഇപ്പൊ ഹാപ്പി ആണെങ്കിലും, നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് പദവി ഉണ്ടെങ്കിലും, നിങ്ങളിനി എത്ര വലിയ പുള്ളിയാണെങ്കിലും, ഈ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ യഥാർത്ഥമായി സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പോ അതിന്റെ അർത്ഥം ഭൂതം കീഴടങ്ങേണ്ടെന്നല്ല, അതിന്റെ അർത്ഥം രോഗി സൗഖ്യമാകേണ്ടെന്നുമല്ല. മനസ്സിലാവുന്നോ? ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, ഇല്ലേ? നമ്മുടെയൊക്കെ ലൈഫിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ജലം, വായു, വെളിച്ചം, ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. ബിരിയാണി അത്യാവശ്യമുള്ള കാര്യമല്ല. അതില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. വായു ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ജലമില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. സൂര്യൻ നമുക്ക് ആ വെളിച്ചം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ താൽക്കാലിക എന്തെങ്കിലും കാരണം കാണും, പക്ഷെ അത് ശാശ്വതമല്ല. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്. പക്ഷേ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നിത്യതയിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. നാം ഇവിടെ പരദേശികളാണ്, നമ്മളെല്ലാവരും ഇവിടെ ടൂറിസ്റ്റുകളാണ്. നമ്മൾ ഇപ്പൊ പല കാര്യങ്ങളെ പലരും ഭയക്കുന്നു. ഞാനൊരു സത്യാവസ്ഥ നിങ്ങളോട് പറയാം. മരണത്തെ ഭയപ്പെടുന്നത് ഇന്ന് മരിച്ചാൽ എവിടെ എത്തും എന്ന് ഉറപ്പില്ലാത്തവരാണ്. മരണത്തെ ഭയക്കാത്ത ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അത് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് പ്രോഫിറ്റുമാണ്, ലാഭമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയുക, നാം പരദേശികളായി പാർക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ നിത്യതയെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. ആ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടാകണം. എന്ന് കരുതി രോഗസൗഖ്യം വേണ്ടെന്നല്ല, അത് വീണ്ടും ആവർത്തിക്കുന്നു. രോഗസൗഖ്യം ആവശ്യമാണ്, ഡെലിവറൻസ് ആവശ്യമാണ്. നടുവേദന എടുക്കുന്നവനോട് ചോദിക്കണം, നടുവേദന സൗഖ്യമാകുന്നത് ഈ കാര്യമുണ്ടോന്ന്. ഇപ്പോ പനി സൗഖ്യമാകുന്നത് ഈ കാര്യമുണ്ടോന്ന് പനിയുള്ളവനോട് ചോദിക്കണം. പ്രൈസ് ഗോഡ്. ഭയം മാറുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അറിയണമെങ്കിൽ ഭയമുള്ളവനോട് ചോദിക്കണം. ക്യാൻസർ സൗഖ്യമാകുന്നതിൽ എന്തെങ്കിലും സന്തോഷമുണ്ടോന്ന് അറിയണമെങ്കിൽ അത് ബാധിച്ചവനോട് ചോദിക്കണം. ദൈവത്തിന്റെ പ്രവർത്തികളെ നാം ചെറുതായി കാണരുത്. കർത്താവ് ഇന്നും സൗഖ്യദായകനാണ്. യേശു ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. പക്ഷെ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാ, അതൊക്കെ ദൈവം ചെയ്യട്ടെ. പക്ഷെ അത്യാവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മനുഷ്യന് തരാൻ പറ്റും കേട്ടോ. ഇപ്പോ നാളെ നിങ്ങൾക്ക് പ്രിയമുള്ള ഒരാളിനോട് കുറച്ച് കാശ് കടം ചോദിച്ചാൽ ഒരുപക്ഷെ അവർ തരും. പ്രാർത്ഥിച്ച തലവേദന പോയില്ലേലും പ്രാർത്ഥിച്ച തലവേദന പോവും, സൗഖ്യമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്തിട്ടുണ്ട്. ഒരു പെയിൻ കില്ലർ കഴിച്ച തലവേദന കുറയും. ഹാർട്ട് മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം, ശസ്ത്രക്രിയയിലൂടെ അവയവങ്ങളൊക്കെ മാറ്റിവെക്കാം. പക്ഷേ ലോകത്തിലെ ഒരു
ഡോക്ടർമാർക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും ശസ്ത്രക്രിയ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയാൻ പറ്റാത്തൊരു കാര്യം മനുഷ്യനിലുണ്ട്. അത് അവൻ്റെ പാപമാണ്. അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ വിമോചിക്കാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിലെ ക്ലബ്ബുകളിൽ നിങ്ങളുടെ പേര് മനുഷ്യൻ എഴുതാം. ഈ ഭൂമിയിലെ സഭകളിൽ ഒരു മെമ്പർഷിപ്പ് ഫോം കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടും. ഇവിടുത്തെ പല മേഖലകളിലും നിങ്ങളുടെ പേരുകൾ മനുഷ്യർക്ക് എഴുതി പിടിപ്പിക്കാം, ഇഷ്ടാനുസരണം വെട്ടാം, എഴുതാം. പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 20-ാം അധ്യായത്തിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുന്നില്ല. ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ആകുമ്പം പിള്ളേര് പരീക്ഷ ആകുമ്പം പേന പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. പേന ആവശ്യമാണ്. പക്ഷേ എക്സാം ഹോളിൽ ചെല്ലുമ്പം വല്ലതും എഴുതാൻ പറ്റണമെങ്കിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? പഠിക്കാതെ പേന പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. പേന ഒരു ആവശ്യ വസ്തുവാണ്, പഠിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് പറയുന്ന മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നതുപോലെ വിടുതലും സൗഖ്യവും കടഭാരത്തിലുള്ള വിമുക്തിയും രോഗശാന്തിയും ഒക്കെ നമുക്ക് കർത്താവ് തരും. എല്ലാം തരാൻ അവൻ വിശ്വസ്തനാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും പേര് സ്വർഗത്തിൽ നിന്ന്, ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ അവിടെ പേരുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും. ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് നൽകും. ഹല്ലേലൂയ. ജയിക്കുക, അവിശ്വസിക്കാതെ, സാഹചര്യങ്ങളിൽ പതറി തകർന്നു പോകാതെ ജയാളികളായി ക്രിസ്തുവിൽ വാഴുക. ശ്രദ്ധിക്കാം, നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരെ കർത്താവ് 70 പേരെ വിളിച്ചു വേർതിരിച്ചപ്പോൾ തന്നെ, അവരെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അവരുടെ പേര് യേശു സ്വർഗത്തിൽ എഴുതി. അത് അവരറിഞ്ഞില്ല. ഈ 70 പേര് ആ സത്യം അറിഞ്ഞില്ല. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ, എഴുതാൻ പോവാന്നല്ല, എഴുതണമെന്ന് ചിന്തിക്കുകയല്ല, എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കുക. അപ്പൊ എഴുതി. ആ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെതാക്കി മാറ്റിയപ്പോൾ തന്നെ അവരുടെ പേര് സ്വർഗത്തിൽ എഴുതി. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് അവരുടെ പേരെഴുതിയ വിവരം അവരറിഞ്ഞില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ അറിയാത്ത പലതും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പലതും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു കണ്ണ് കണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അത് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അവർക്കായി യേശു കർത്താവ് അത് ഒരുക്കിയിരുന്നു. ഈ രാത്രിയിൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു യൗവനക്കാരിയായ പെൺകുട്ടി വിശ്വാസ സ്നാനം സ്വീകരിച്ചു. വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ പാരമ്പര്യത്തിലായിരിക്കുന്ന അവളുടെ പിതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ആ പിതാവ് ഈ മകളോട് പറഞ്ഞു, ഇനി നിന്റെ ഭാവി എന്നെ ആകുമെന്ന് നിനക്കറിയാവോ? ഇനി നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുകയില്ല. ഈ പിതാവ് വളരെ കോപിഷ്ഠനാ, ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. ഇനി നിനക്കൊരു ഭാവിയില്ല, ഇനി നിന്റെ ഭാവി എന്താകുമെന്ന് നിനക്കറിയാമോ എന്ന് 2-3 തവണ ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഈ യൗവനക്കാരിയായ മകള് പറഞ്ഞു, പപ്പാ, എൻ്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഭാവിയെ അറിയാവുന്നവനെ എനിക്കറിയാം. എൻ്റെ ഭാവിയെ നിർണയിച്ചവനെ എനിക്കറിയാം. ഇന്ന് ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ഒരുക്കിയിട്ടില്ലാത്തത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടില്ലാത്തത്, നിങ്ങൾക്കായി നിങ്ങൾ കരുതിയിട്ടില്ലാത്തത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. അവൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആ കൈകളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവരുടെ സന്തോഷം അവർക്ക് ലഭിച്ച ആ ഡെലിവറൻസുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. എപ്പോഴും ഈ സന്തോഷവും പക്വതയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഈ പക്വതയില്ലാത്തവരാ അവർക്ക് എന്തിൽ സന്തോഷിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത.
എവിടെ വിഷമിക്കണം, എവിടെ സന്തോഷിക്കണം എന്ന് അവർക്ക് അറിയത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം സന്തോഷിക്കുക, ആവശ്യമുള്ളതിലെല്ലാം വിഷമിക്കും. ഹല്ലേലൂയ. ചിരിക്കേണ്ടടുത്ത് ചിരിക്കത്തില്ല, സന്തോഷിക്കേണ്ടടുത്ത് സന്തോഷിക്കുക. അവർക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഉദാഹരണം, നമ്മൾ സന്തോഷിക്കേണ്ടത് യഥാർത്ഥമായി. ഇപ്പോഴേ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാധികളും ഒക്കെ വരുമ്പം പലരും അങ്ങ് ഓഫായിരിക്കുക. പലരുടെയും മുഖത്തൊരു സന്തോഷമില്ല, പലരുടെയും മുഖത്തൊരു ചിരിയില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? ഇപ്പൊ ഈ കാണുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിനപ്പുറത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ടെന്നും ഈ ജീവിതത്തിന് അപ്പുറത്ത് എനിക്കൊരു ലൈഫ് ഉണ്ടെന്നും ഉള്ള ബോധ്യം അവർക്കില്ല. അവരാണ് നിരാശരായിട്ട് നടക്കുന്നത്. അവരുടെ മുഖത്താ ചിരിയില്ലാത്ത. ഹല്ലേലൂയ. സന്തോഷം പക്വതയായിട്ട് ഭയങ്കര ബന്ധം കേട്ടോ. ഈ 3 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഐസ്ക്രീം കിട്ടിയ ആ കൊച്ചിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചോക്ലേറ്റ് കിട്ടിയ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ 50 വയസ്സുള്ള ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കയ്യിൽ ആ ഐസ്ക്രീമോ ചോക്ലേറ്റോ കിട്ടിയ പുള്ളിക്ക് ഒരു സന്തോഷവും കാണുകയില്ല. ഷുഗറാ, രോഗമാ, അത് കഴിക്കാൻ ഒക്കുകയില്ല. അതേസമയം 50 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഈ 3 വയസ്സുള്ള കൊച്ചിൻ്റെ കിട്ടിയ ഈ കൊച്ച് അതിനകത്ത് ഡൈനോസറിൻ്റെ പടം വരയ്ക്കും, അല്ലെങ്കിൽ അത് വലിച്ചു കീറി ദൂരെ കളയും, അല്ലെങ്കിൽ അത് മണ്ണിനകത്തിട്ട് ചവിട്ടും. എന്നാൽ അതേസമയം 50 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് ഈ കൊച്ചിൻ്റെ അപ്പൻ്റെ കിട്ടിയാലോ, അയ്യോ പുള്ളിക്ക് എന്നാ സന്തോഷമായിരിക്കും എന്നറിയോ. പിന്നെ ചർച്ചിലൊക്കെ വരുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രൈസ് ഗോഡ്. ഇതുപോലെ തന്നെയാണ് സന്തോഷം പക്വതയായിട്ട് ഭയങ്കര ബന്ധം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിലാ സന്തോഷിക്കുന്നത്, നമ്മൾ എന്തിലാ ആനന്ദിക്കുന്നത്? ആ 70 പേർ സന്തോഷിച്ചത് അവർക്ക് അന്നേരം ലഭിച്ചതായ ചില വിടുതലുകളിലാണ്. പക്ഷേ അവർ കണ്ടിട്ടില്ലാത്ത ചിലത് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയതിൽ, അവരറിഞ്ഞിട്ടില്ലാത്തത് ചിലത് അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും, വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, എൻ്റെ ദൈവം സർവശക്തനാണെന്നും അവൻ ഇന്നും സിംഹാസനത്തിൽ രാജാതിരാജാവായിരിക്കുന്നെന്നും തൻ്റെ മക്കളെ ചേർക്കുവാൻ അവൻ വേഗത്തിൽ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഇന്ന് ഈ ലൈവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വലിയൊരു ആനന്ദം കർത്താവ് തരട്ടെ, വലിയൊരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളത്തിൽ യേശു കർത്താവ് തരട്ടെ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല, ഒരു ദോഷവും വരുത്തത്തില്ല സഹോദരങ്ങളെ. സക്കറിയാവ് 2:5 പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയാവ് 9:8 വായിക്കുന്നു, ഞാൻ എൻ്റെ ആലയത്തിന് ചുറ്റും പട്ടാളമായി ഇറങ്ങും. ആവർത്തനം 9:3 പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുൻപായി തീയായി പോകുന്നു. സങ്കീർത്തനം 97:3 പറയുന്നു, അവൻ നിനക്ക് ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ചു കളയുന്നു. ഇന്ന് രാത്രിയിൽ പുനർസ്ഥാപനത്തിന്റെ ദൈവം സകലത്തെയും പുനർസ്ഥാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തിയാണോ? കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ അവനിൽ നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടാകണം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവ ചെയ്യുമെന്ന നന്മ കണ്ടില്ലെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിൽ അത് കഷ്ടമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവ ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവിന്റെ ദാസന്മാർ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെ കാലങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, നിയമങ്ങൾ മാറാം, നമ്മൾ ഇനിയും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെ പേരുകൾ നമുക്ക് കേൾക്കാം, ഇനിയും ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് വെല്ലുവിളികൾ വന്നാലും യേശു പറഞ്ഞ വാക്ക് നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങട്ടെ, ഇവയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അതിനൊരു ആമീൻ പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങളിപ്പോൾ ഓൺലൈനിൽ എന്നെ കാണുകയാണെങ്കിൽ ആ ലൈവ് ചാറ്റിൽ അതിനൊരു ആമീൻ നിങ്ങൾ വെക്കുമോ? ഒരിക്കലും ഒന്നിനും എനിക്കൊരു ഹാനി വരുത്തുവാൻ കഴിയത്തില്ലെന്നുള്ള പ്രത്യാശ ഉണ്ടാക്കാമോ? ആമേൻ. പക്ഷേ പ്രതിസന്ധികളുടെ നടുവിലും, പ്രശ്നങ്ങളുടെ നടുവിലും, സകല വിഷയങ്ങളുടെ നടുവിലും ഒറ്റ ഒരു കൂട്ടർക്കേ പാടാൻ പറ്റുള്ളൂ. അത് കർത്താവിന്റെ മകൾക്ക് മാത്രം. സത്യ കർത്താവിന്റെ ദാസൻ ഞാൻ പറയുന്നേ, വാസ്തവമായ കാര്യം ഞാൻ ഈ പറയുന്നേ. പിറുപിറുക്കാത്ത, കുറ്റം പറയാത്ത, കളിയാക്കാത്ത, ദൈവത്തെ പരിഹസിക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരാണ്.
അവർക്കൊരു കാര്യം ഉറപ്പായിട്ടും അറിയാം. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിന്റെ കുറ്റി വെട്ടിയാലും, ഈ ഓസ്ട്രേലിയയില് ഭയങ്കര തീപിടുത്തം ഉണ്ടായി. ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര തീപിടുത്തം ഉണ്ടായിട്ട് അവിടുത്തെ ഫോറസ്റ്റിലെല്ലാം കത്തി. അവിടുത്തെ മൃഗങ്ങളെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പല മൃഗങ്ങൾ പോലും കത്തിപ്പോയി. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മഴയുണ്ടായി. ആ മഴയ്ക്ക് ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഒരു ഫോട്ടോ, ഒരു പിക്ചർ ഞാൻ കാണാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇവര് ഈ തീപിടുത്തം നടന്ന സമയത്ത് അവിടെ എല്ലാം ഫയർഫോഴ്സുകാർ വന്ന് വെള്ളം ഒഴിച്ചായിരുന്നു. വൃക്ഷത്തിൻ്റെ കുറ്റികളൊക്കെ പലതും ഇങ്ങനെ കത്തി കറുത്ത കളറാണ്. പക്ഷേ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് ഈ വെള്ളം വീണ വൃക്ഷങ്ങളിലെല്ലാം ഒരു മുള പൊട്ടി വന്നു. ആ മുള പൊട്ടി വന്ന ആ പിക്ചർ അവര് CNN ന്യൂസിൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ബൈബിളിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഒരു വൃക്ഷമായാലും അതിന് പ്രത്യാശയുണ്ട്. ബൈബിളിലെ വാക്യം ഞാൻ പറഞ്ഞു, ഒരു വൃക്ഷമായാലും അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും അത് തളിർക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾക്ക് അകത്തൊരു പ്രത്യാശയുണ്ട്. അതുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊന്നിച്ച് കർത്താവിന്റെ ദാസനെ ആ പാട്ടിന്റെ വരികൾ, ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരി പാടുമ്പം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ, can you please come forward and we are going to pray for these people here. Thank you Lord Jesus. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ചേർന്ന് പാടുമോ? ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്കാനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്കാനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.